കവി സച്ചിദാനന്ദൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഇനിയൊരു തുടർഭരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-നുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദൻ്റെ പ്രസ്താവന എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. പുതുയുഗ യാത്രയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും നടത്തുന്ന സംവദിക്കാം പുതുയുഗത്തിനായി എന്ന പരിപാടി ഇവിടെ തലശ്ശേരിയിൽ വെച്ച് നടന്നു. 33 വിഭാഗങ്ങളിലായി ഉള്ള ആളുകൾ അവരവരുടെ മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചു. അതിലേറെ നിവേദനങ്ങളുമായി എഴുതി തയ്യാറാക്കിയ നിവേദനങ്ങളും ലഭിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് UDF കാണുന്നത്. ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ഇവിടെ വന്ന വിഷയങ്ങൾ കൃഷിക്കാരെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരിവിടെ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കാർഷിക മേഖല തകർച്ചയിലാണ്. അത് വാഴ, കൊക്കോ, നെല്ല്, നാളികേരം, കശുവണ്ടി, കവുങ്ങ്, റബ്ബർ തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയാത്തത്, സംഭരണം നടക്കാത്തത്, സംഭരണം നടന്നാലും കൃത്യമായ സമയത്ത് വില കിട്ടാത്തത് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. കാർഷിക മേഖലയോടെല്ലാം ഗവൺമെൻറ് എത്രമാത്രം വലിയ അവഗണനയാണ് കാണിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്നിവിടെ വെളിവാക്കപ്പെട്ടത്. അതുപോലെ പരമ്പരാഗത തൊഴിലുകൾ, ഖാദി ഉൾപ്പെടെയുള്ള തൊഴിലുകൾ, പൂട്ടിക്കിടക്കുന്ന സ്പിന്നിങ് മില്ലുകൾ. മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമായ പിണറായി പോലും ഒരു സ്പിന്നിങ് മില്ല് പൂട്ടിക്കിടക്കുകയാണ്. 8 മാസമായിട്ട് അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതും നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ളതുമായ ഇതെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അതുപോലെ തെയ്യം, നാടക, സർക്കസ് കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവരുടെ മാർക്കറ്റ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള അവരെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഗവൺമെൻറ് ഹൈവേ ഉണ്ടാകുമ്പോൾ ഹൈവേ ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളാണ്. അതിനൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും ഒരു തരത്തിലും നടത്തുന്നില്ല. ഭൂമിയെടുപ്പിൻ്റെ പേരിൽ ഞാൻ ചോദിക്കട്ടെ, 2018 കിൻഫ്രയുടെ ഭൂമിയെടുപ്പ് നടപടി തുടങ്ങിയതാണ്. 8ാമത്തെ കൊല്ലമാണ്. നോട്ടിഫിക്കേഷൻ നടത്തി ഒരു മകളുടെ കല്യാണത്തിന് ആ ഭൂമി പണയപ്പെടുത്താൻ പറ്റുമോ? ഒന്ന് വിൽക്കാൻ പറ്റുമോ? ഒരു പണയപ്പെടുത്താൻ പോലും ഭൂമിക്ക് പറ്റാത്ത തരത്തിൽ എയർപോർട്ടിൻ്റെ ഭൂമിയാണെങ്കിലും ഈ ഭൂമിയാണെങ്കിലും എയർപോർട്ട് റോഡിൻ്റെ ഭൂമിയാണെങ്കിലും ഇതെല്ലാം ഒരു ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യമില്ല. നമുക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ഗുരുതരമായ വിഷമം അനുഭവിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ദൗർഭാഗ്യവശാൽ അതില്ല. സർക്കാരില്ലായ്മയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദൃശ്യമാകുന്ന കാര്യം. പിന്നെ ഖജനാവിലെ പണമില്ലായ്മയും. ഇത് രണ്ടും വളരെ എവിഡൻ്റാണ്. ആളുകൾ വന്ന് അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ വർഷങ്ങളായി നിരന്തരമായി പരാതികൾ കൊടുത്ത്, ഇത് മുഖ്യമന്ത്രിയുടെ ജില്ല കൂടിയാണ്. ആ ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് പോലും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. സർക്കാരില്ലായ്മ ഇവിടെ പ്രകടമാകുന്നു എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പുതുയുഗ യാത്രയുടെ ഭാഗമായി കേരളത്തെ സംബന്ധിക്കുന്ന നിരവധി പരിപാടികൾ അടുത്ത ദിവസങ്ങൾ ഉള്ളിൽ കോഴിക്കോട് ഞങ്ങളുടെ ഹെൽത്ത് വിഷൻ ഡോക്യുമെൻ്റ് അവതരിപ്പിക്കും. അതുമുതൽ തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ എവിടെയെല്ലാമാണ് ഗവൺമെൻറ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം സമൂർത്തമായ കൃത്യമായ പദ്ധതികൾ UDF-നുണ്ട്. അത് വളരെ നല്ല റിസർച്ച് നടത്തി വിദഗ്ധരായ ആളുകളുടെ കൂടി സഹായത്തോടു കൂടി തയ്യാറാക്കുന്ന സാമ്പത്തികമായ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച്, സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിച്ച്, പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊരു പുതിയ കാലത്തിന് തുടക്കമിടുകയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പുതുയുഗ യാത്ര എന്ന് ഈ യാത്രയ്ക്ക് പേരിട്ടത്. യാത്ര കണ്ണൂരിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ വളരെ അത്ഭുതകരമായ രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും കണ്ണൂരിലും ജനങ്ങൾ നൽകിയ സ്വീകരണം
അവിസ്മരണീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ ഗവൺമെൻറ്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല എന്നാണ്. കവി സച്ചിദാനന്ദൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഇനിയൊരു തുടർഭരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-നുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദൻ്റെ പ്രസ്താവന എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് മൂഡ്. കേരളത്തിലെ 3-4 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായി നടന്ന ആളുകൾ ഈ ഗവൺമെൻറ്റിന് ഒരു തുടർച്ച ഉണ്ടാകരുത്, ഇവരധികാരത്തിൽ വരരുത്, ഇവരിടതുപക്ഷമല്ല, ഇവരിടതുപക്ഷത്തിൽ നിന്ന് വഴിമാറിപ്പോയി, ഇവർ തീവ്ര വലതുപക്ഷമായി മാറി എന്നുള്ള നിലപാടുള്ളവരാണ് എന്നത് വളരെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം ആണ് ഈ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്നുകൂടി പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.